എനിക്കൊരു വീഡിയോ ഇടുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഇത് ചെയ്യേണ്ട വളരെ അനിവാര്യമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അത്ര വലിയ വ്ളോഗറല്ല, അത്ര വലിയൊരു ആളുമല്ല. സാമാന്യ ബോധത്തോടു കൂടി ഈ രാജ്യത്ത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ആ കാര്യങ്ങളുടെ അകത്ത് ഇപ്പൊ നടക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റുകൾ ചെയ്യുന്ന ഒരു മഹാമെനകേടിനെ പറ്റി എനിക്ക് പറയാം. കുറേ ആൾക്കാർക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ പേരിനകത്ത് കുറേ ആൾക്കാർക്ക് സൗജന്യം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം റെഗ്രസീവും ടോക്സിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം എന്നറിയാം. കാരണം ഈ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ നികുതി കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ നികുതി കൊടുത്താണ് ഈ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത്. ഓരോ സർക്കാരിനെയും, അതിപ്പോൾ LDF ആവട്ടെ, UDF ആവട്ടെ, ആരുമായിട്ട് BJP ആവട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, ഒരു മനുഷ്യന്റെ പ്രൊമോട്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രീ കൊടുത്തല്ല. കാരണം ആയിരക്കണക്കിന് രൂപ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രീ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തെ. കാരണം ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ വ്യക്തമായിട്ട് നിൽക്കുന്നു. കണ്ണില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, 10 വയസ്സിൽ താഴെ മുകളിൽ ഉള്ള വിദ്യാർത്ഥികളുണ്ട്, 60 വയസ്സിന് മേളിലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കണം ഈ സംഭവം. ഒരു പാവപ്പെട്ടവന് കൊടുക്കണം. അല്ലാണ്ട് 70,000 50,000 രൂപ മേടിക്കുന്നവർക്ക് കൊടുത്തിട്ട് എന്റെയും നിന്റെയും നികുതി എടുത്തിട്ട് രാജ്യത്തെ അപകീർത്തിപ്പെടുക, പെണ്ണുങ്ങളെ അപമാനിക്കുന്നതിന് തുല്യ ഈ സംഭവം. ശരിക്കും എന്തിനാണ് അവർക്ക് ഫ്രീ? ആർക്കാണ് ഫ്രീ കൊടുക്കുന്ന ഒരു ഭിക്ഷക്കാരനായി ബർഗറായിട്ടുള്ള ഒരു ജനതയല്ല സൃഷ്ടിക്കേണ്ടത്. മറിച്ച് അവർക്ക് അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കുക. സ്ത്രീ സമത്വം എന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവർക്ക് അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവരിക. 34% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ വേണ്ടി പാർലമെന്റിൽ വെച്ച ഈ സംഭവത്തെ പാർലമെന്റിൽ വെച്ച് ആ പ്രമേയത്തെ അനുകൂലിക്കാത്ത ആൾക്കാരെ ഈ UDF-ഉം LDF-ഉം ഈ പാർട്ടികളൊക്കെ അവർക്ക് അധികാരങ്ങൾ അവകാശങ്ങൾ കൊടുക്കുക. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഒരു പിങ്ക് കൾച്ചറല്ല, മറിച്ച് അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കുക. ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ്. അവരെ പോലെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരെ അവർക്ക് അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കാൻ 34% സംവരണം, അത് 38 ആക്കട്ടെ. ഐ വിൽ സപ്പോർട്ട് ഇറ്റ്. അതാണ് ചെയ്യേണ്ടത്. മറിച്ച് ഒരു 10 രൂപയുടെ വണ്ടിക്കൂലി കൊടുത്ത് അവരെ ഒതുക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. VD സതീശൻ സാർ, താങ്കൾ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യുക, ഒന്നുകൂടി മാറ്റുക. അത് എനിക്ക് ഇത്രേ പറയണം. ഞാൻ സമൂഹത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോക്കകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.